വചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തി ശാന്തനാക്കുന്ന ഒരു ഈശോയെക്കുറിച്ചാണ്. മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം 23 മുതൽ 27 വരെയുള്ള വചനങ്ങൾ. യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി. തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു. അവൻ ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അടുത്ത് ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു, കർത്താവേ, രക്ഷിക്കണമേ, ഞങ്ങൾ ഇതാ നശിക്കുന്നു. അവൻ പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. വലിയ ശാന്തതയുണ്ടായി. അവർ ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, ഇവൻ ആര്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. മത്തായി 8:26 ഈശോ പറയുകയാണ്, അവൻ പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു എന്ന്. നമുക്കറിയാം, കൂടെ ഇരുന്ന് ധൈര്യം പകരുന്ന ഒരീശോയെ ഈ വചനഭാഗത്ത് നാം കണ്ടുമുട്ടുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 8-9 അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോയുടെ 10 അത്ഭുതങ്ങളാണ് നാം കാണുക. അതിൽ 8-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ അത്ഭുതമാണ് നാം ഈ കാണുന്നത്. കാറ്റിനെ ശാന്തമാക്കുന്ന അത്ഭുതത്തിലൂടെ ശിഷ്യത്വം, മിശിഹായുടെ ശിഷ്യന് ഈ ലോകത്തിൻ്റെ എല്ലാ ലൗകികതയ്ക്കും മേൽ, എല്ലാ കാറ്റിനും കോളിനും മേൽ ഒരു അധികാരമുണ്ട് എന്ന് ഈശോ പഠിപ്പിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ശിഷ്യരെ ഈശോ കൂടെ കൊണ്ടുപോയി നടത്തിയിട്ട് അവരുടെ കൺമുമ്പിൽ വെച്ച് ഈശോ അവരെ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുകയാണ്. എന്നിട്ട് ഈശോ ചോദിക്കും, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനാ ഭയപ്പെട്ടത് എന്ന്. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈശോയുടെ ശിഷ്യനായി മാറുന്ന എനിക്കും നിങ്ങൾക്കുമൊക്കെ ഈ ഒരു ധൈര്യം ആവശ്യമുണ്ട്. ഈ കാറ്റിനും കോളിനുമൊക്കെ മുകളിൽ നിൽക്കാൻ, ഏത് പ്രശ്നങ്ങളെയും ചവിട്ടി നിൽക്കാനുള്ള ഒരു കഴിവ് അത് ഈശോ വെച്ച് തരുന്നുണ്ടെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുക. ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ഈശോ പറയുന്നു. ഭയപ്പെടേണ്ട എന്ന് ഈശോയുടെ ഒറ്റ വാക്കിൽ അവർ ശാന്തമാകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പേടിച്ച് വിറച്ച് മരണത്തെ മുന്നിൽ കാണുന്ന അവരോട് ഈശോ ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, ഭയപ്പെടേണ്ട എന്ന്. അവിടെ അവർ സന്തോഷം നിറയുന്ന ഒരവസ്ഥ, ആശ്വാസം കാണാനായിട്ട് പറ്റും. ലോകത്തിൻ്റെ ആസക്തികൾ, പ്രലോഭനങ്ങൾ, സുഖങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. കടൽ പോലെ ആഴമേറിയ കൊടുങ്കാറ്റുകൾ പോലും നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതിൻ്റെ മുകളിൽ ചവിട്ടി നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റണം. അതിനുള്ള ധൈര്യമാണ് ഈ സുവിശേഷ ഭാഗത്ത് ഈശോ നമുക്ക് തരുന്നത്. എൻ്റെ ജീവിതത്തിലുള്ള ദൈവികതയെ കെടുത്തിക്കളയുന്ന എല്ലാ പൈശാചിക ശക്തികളുടെയും മേൽ ചവിട്ടി നിന്നുകൊണ്ട് ഈശോയുടെ കൂടെ നിന്ന് ബലത്തിൽ ഞാൻ ബലം നേടണം. എന്തുകൊണ്ടെന്നാൽ അവർക്ക് ആ സമയം ഈശോയെ ഉണർത്താൻ പറ്റാൻ ഒറ്റൊരു കാരണം, അവരുടെ കൂടെ ഈശോ ഉണ്ടായിരുന്നു, അവരുടെ വള്ളത്തിൽ ഈശോ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതം, നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു വരുമ്പോൾ വിളിച്ചുണർത്താൻ എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു ഈശോ ഉണ്ടെന്ന് ഞാൻ അനുഭവിക്കണം, മനസ്സിലാക്കണം, കൊണ്ടു നടക്കണം. അപ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റും, ഭയപ്പെടേണ്ട എന്ന ഈശോയുടെ വാക്കുകൾ. അവിടുത്തെ അനുഗമിക്കുന്നവർക്ക് ഈശോ അല്ലാതെ മറ്റൊന്നുമില്ലെന്ന് ഈശോയ്ക്ക് അറിയാം. സങ്കീർത്തകൻ പറയുന്നല്ലോ 73:25, കർത്താവേ, അങ്ങല്ലാതെ മറ്റാരാ ഞങ്ങൾക്ക് സ്വർഗത്തിലുള്ളത്? ഭൂമിയിൽ അങ്ങേ അല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന്. അതെ, നമ്മുടെ ജീവിതത്തിൽ തമ്പുരാനാണ് നമുക്ക് എല്ലാം എന്ന് അറിഞ്ഞിട്ട് അവനെ ഒന്ന് വിളിച്ചുണർത്തിയാൽ നമ്മുടെ ജീവിതം തീരും. തോണിയുടെ അമരത്ത് ഉറങ്ങുന്ന ഒരീശോ, ദൈവത്തിലുള്ള പിതാവിൻ്റെ കഥകളിലുള്ള പൂർണ്ണമായ ആശ്രിതത്തിൽ അവിടെ കണ്ണുകളടച്ച് മയങ്ങുന്ന ഒരു ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. എല്ലാ പ്രതിസന്ധികളും കാറ്റുകളും കോളുകളും ഒക്കെ വന്നുപെട്ടപ്പോൾ ഈ ഈശോ ശാന്തനായിട്ട് ഉറങ്ങിയെങ്കിൽ ഈശോയുടെ മക്കളായ നമുക്കും പ്രശ്നങ്ങളുടെ മേൽ ശാന്തമായിട്ട് ഇരിക്കാനായിട്ട് പറ്റണം. നമ്മളെ ഒന്നും തളർത്തിക്കളയാൻ പാടില്ല. നമ്മുടെ കാൽ കീഴിലായിരിക്കണം എല്ലാ പ്രശ്നങ്ങളും. പ്രശ്നങ്ങളുടെ മേൽ ചവിട്ടി നിൽക്കാൻ നമുക്ക് പറ്റാതെ വരുമ്പോഴാണ് ആടി ഉലഞ്ഞു പോകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മുകളിൽ നിൽക്കുന്നതും എല്ലാം. ഈശോയെ വിളിച്ചപേക്ഷിക്കുന്ന ശിഷ്യന്മാർക്ക് ഇവിടെ ഒരു ചെറിയ കുറവുണ്ട്.
വിശ്വാസത്തിൻ്റെ ഒരു ചെറിയ കുറവ്. അത് കണ്ടതുകൊണ്ട് ഈശോ പറഞ്ഞു, അല്പവിശ്വാസികളെ എന്ന് ഈശോ ചോദിക്കുകയാണ്, അവരെ വിളിക്കുകയാണ്. അല്പവിശ്വാസികളെ, അവരുടെ വിശ്വാസം വളരെ കുറച്ചായതുപോലെ തോന്നിപ്പോകുന്നു. അപ്പോൾ അല്പവിശ്വാസം എന്ന് പറയുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ കുറച്ചുകൂടി ഒരു വളർച്ച ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്പവിശ്വാസം എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത വിധം തളർന്നു കിടക്കുന്ന ഒരു വിശ്വാസം അവർക്ക് കണ്ടത്. അല്ലെങ്കിൽ അവരപ്പോൾ തന്നെ ഉണർന്ന് പ്രാർത്ഥിച്ചേനെ. അതിന് പകരം അവരനുഭവിച്ച് യഹോവയെ വിളിച്ച് അല്ലെങ്കിൽ പിതാവായ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് പകരം അവരിങ്ങനെ ഭയപ്പെടുന്നതും ആകുലപ്പെടുന്നതും കണ്ടതുകൊണ്ട് ഈശോ പറഞ്ഞു, അല്പവിശ്വാസം. ഇത് പ്രവർത്തിക്കാനായിട്ട് സാധിക്കാതെ തളർന്നു കിടക്കുന്ന വിശ്വാസമാണ്. ഇത് പോരാ, നീ ഇത് കുറച്ചുകൂടെ ഉയർത്തിക്കൊണ്ട് വരണം. മാനസാന്തരം ഒരു സാധ്യതയുണ്ട്, നീ വളരണം, കുറച്ചുകൂടി മാനസാന്തരം സംഭവിക്കാനുണ്ട് വിശ്വാസത്തിൻ്റെ മേഖലയിൽ എന്ന് ഈശോ ശിഷ്യരെ പഠിപ്പിക്കുകയാണ്. പ്രളയത്തിരകൾ അകപ്പെട്ട കാറ്റിലും കോളിലും ഒക്കെ പെട്ട ശിഷ്യരെ ഈശോ ധൈര്യപ്പെടുത്തുമ്പോൾ ഈശോ അവരോട് പറയുന്നുണ്ട്, നീ കുറച്ചുകൂടി വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് വരണം. എന്തിനാ ഭയപ്പെട്ടത് എന്ന് ചോദിക്കുന്നു. ഈശോ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈശോ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വചനം നമ്മൾ 41:13 വായിക്കുന്നു, കൃമിയായ യാക്കോബേ, ഇസ്രായേലിലെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഒരു ഉറപ്പ് ദൈവം തന്നിട്ടുണ്ട്. ആ പിതാവായ ദൈവം പഴയ നിയമ ജനതയ്ക്ക് കൊടുത്ത അതേ ഉറപ്പ്. കൃമിയായ യാക്കോബേ, ഇസ്രായേലരെ, നീ നിസ്സാരനാണോ, നീ കുഴപ്പമുള്ളവനാണോ, ബുദ്ധിമുട്ടുള്ളവനാണോ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. അതേ അവസ്ഥ തന്നെ ഇവിടെ ഈശോയും പറയും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കാമെന്ന്. തമ്പുരാൻ നമുക്ക് വേണ്ടി ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രശ്നങ്ങളുടെ മുമ്പിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. സങ്കീർത്തനം 31:19 പറയുന്നുണ്ട്, കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വെച്ചിരിക്കുന്നു. അങ്ങിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് അവ പരസ്യമായി നൽകുന്നു. അങ്ങനെയെങ്കിൽ പ്രശ്നങ്ങൾ നിന്നെ മൂടുമ്പോൾ നീ ഭയപ്പെടണോ? അനുഗ്രഹങ്ങൾ വിപുലമായ തമ്പുരാൻ, നീ അവനിൽ അഭയം തേടുന്നത് കൊണ്ട് നിനക്ക് വേണ്ടി അത് ഒരുക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഈശോയുള്ള വിശ്വാസം കുറഞ്ഞു പോയാൽ, വിശ്വാസം തണുത്തു പോയാൽ പ്രശ്നങ്ങൾ ഇങ്ങനെ കണ്ണു തുറന്നു വരും. എൻ്റെ ജീവിതത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ എവിടെ നോക്കിയാലും എനിക്ക് പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇവിടെ വചനഭാഗത്ത് നാം കാണുന്നു, യേശു ഉറങ്ങി എന്ന് എഴുതിയിട്ടുണ്ട്. സത്യത്തിൽ ഈശോ അല്ല ഉറങ്ങിയത്. ശിഷ്യരുടെ ഹൃദയത്തിലുള്ള ഈശോയുടെ വിശ്വാസമാണ് ഉറങ്ങിപ്പോയത്. ഈശോ ഉറങ്ങിയതല്ല. ശിഷ്യരുടെ ഹൃദയത്തിലുള്ള ഈശോയുടെ വിശ്വാസം ഉറങ്ങി ചത്തുകിടക്കുന്ന ഒരവസ്ഥ. അതിനെ ഒന്ന് വിളിച്ചു ഉണർത്താനായിട്ട് നമുക്ക് പറ്റണം. നമ്മുടെ ജീവിതത്തിൻ്റെ നൗകയിൽ കടന്നു വരുന്ന കാറ്റുകളെയും കോളുകളെയും ഒക്കെ ഒന്ന് ശമിപ്പിക്കാനായിട്ട് ഈശോ നമ്മുടെ വഞ്ചിയിൽ കയറി കഴിയുമ്പോൾ അവിടുന്ന് അത് ശമിപ്പിച്ച് കളയും. അവിടുന്ന് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കും. കാറ്റിലും കടലിലും പെട്ട് രൂപവുമില്ലാത്ത ശിഷ്യന്മാർ ആദ്യം ഒരുപക്ഷെ ആശ്രയിച്ചത് കരത്തിൻ്റെ ബലത്തിലാവാം. അവസാനമാകും അവർ യേശുവിൽ അഭയം തേടിയത്. കാരണം അവർ മുക്കുവരാണ്, നിരന്തരം കടലിൽ വേല ചെയ്യുന്ന ആളുകളാണ്. ഒരു കൊടുങ്കാറ്റ് വന്നാൽ, ചെറിയൊരു കാറ്റ് വന്നാൽ അതിനെ തരണം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അവരുടെ ബുദ്ധി കൊണ്ട്, ജീവിത അനുഭവങ്ങൾ കൊണ്ട് അവർ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുക്കുവനല്ലാത്ത ഈശോയ്ക്ക് ഇതൊന്നും അറിയില്ലല്ലോ എന്ന് വിചാരിച്ചാവും ഒരുപക്ഷെ അവർ ആദ്യം ഈശോയെ ഉണർത്തിയിരിക്കില്ല. അവസാനം സ്വയം തരണം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാവും അവർ ഈശോ ഉയർത്തിയത്. പ്രിയപ്പെട്ടവർ, ഈ ഒരു ചിന്ത നമ്മൾ മാറ്റിവെച്ചിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ ആ പ്രശ്നങ്ങളുടെ ആരംഭം മുതൽ അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. നിനക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല പ്രശ്നങ്ങൾ. നീ സോൾവ് ചെയ്യുന്തോറും പ്രശ്നങ്ങൾ കുരുക്കുകളായി ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നിനക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് തമ്പുരാൻ്റെ കൈകളിലേക്ക്, രൂപരേഖകളില്ലാത്ത ചില മേഖലകളിൽ തമ്പുരാൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുക. PhDക്ക് പഠിക്കുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞതാണ്, സിനോപ്സിസ് എഴുതാൻ എത്ര ശ്രമിച്ചിട്ടും ഒരു ഐഡിയയും കിട്ടുന്നില്ല. അങ്ങനെ വളരെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഒരു കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ട് വന്നപ്പോൾ ഇന്ന് വരെ കിട്ടാത്ത പുതിയ ഒരു മെത്തഡോളജി തമ്പുരാൻ തന്നെ അവിടെ വെച്ച് തോന്നിപ്പിച്ചുവെന്ന്. അപ്പോൾ അവിടത്തേക്ക് നിനക്കറിയാൻ പാടില്ലാത്ത വലിയ രഹസ്യങ്ങൾ നിനക്ക് പറഞ്ഞു തരും. ജെറമ്യ 33:3 വചനം പറയുന്നു, നീ എന്നെ വിളിക്കുക, നിന്റെ ബുദ്ധിക്ക് അദ്വൈതം നിഗൂഢവും മഹത്വവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരുമെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ കോളിളക്കങ്ങളിൽ, പ്രശ്നങ്ങളിൽ തമ്പുരാനെ നമ്മുടെ കൂടെ ചേർത്ത് പിടിക്കണം. അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഒരു കഥ ഇങ്ങനെ പറയുന്നുണ്ട്. ലിയോ സഹോദരൻ ചോദിക്കുകയാണ്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്തെങ്കിലും രൂപമുണ്ടോ എന്ന് ഫ്രാൻസിസ് പിതാവിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇതായിരുന്നു, നമുക്ക് എന്തിനാണ് രൂപം,
കർത്താവിന് ഒരു രൂപമുണ്ട് എന്ന്, അത് മതിയെന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവണം. ജീവിതത്തിൽ ഒരിക്കലും അഴിക്കാൻ പറ്റാത്ത കുരുക്കുകൾ കടന്നു വരുന്നു, വേദനകൾ, പ്രശ്നങ്ങൾ ഒക്കെ വരുമ്പോൾ നീ എന്തു പറയണം? എൻ്റെ കർത്താവിനറിയാം ഇതെങ്ങനെ അഴിക്കണമെന്ന്. അവനൊരു പ്ലാനുണ്ട്, അവനൊരു പദ്ധതിയുണ്ട്, അവനത് റെഡിയാക്കുമെന്ന്. സൂര്യകാന്തി പൂവിനെ നമ്മൾ കാണാറുണ്ടല്ലോ, അതിൻ്റെ നോട്ടം എപ്പോഴും സൂര്യനിലേക്ക് നോക്കിയിരിക്കും. സൂര്യൻ്റെ യാത്രാപഥം നോക്കി അത് കണ്ണ് തിരിച്ച് നടക്കും. അതുപോലെ തന്നെ എൻ്റെ ഈശോയിൽ കണ്ണ് തിരിച്ച് വെച്ച് ഞാൻ നടക്കണം. അവനിൽ കണ്ണ് ഉറപ്പിച്ച് വെച്ച് ഞാൻ നടക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലേക്ക് തമ്പുരാൻ്റെ വലിയ കൃപകൾ കടന്നു വരിക. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒരു പ്രത്യേക സൈസ് മുളയുണ്ട്. ആ മുള നമ്മൾ നട്ട് കഴിയുമ്പോൾ, അത് വളഞ്ഞു കഴിയുമ്പോൾ ആദ്യത്തെ 6 വർഷം ആ മുള താഴേക്ക് വളരും. അതിനുശേഷമാണ് ആ മുള മുകളിലേക്ക് വളരാനായിട്ട് തുടങ്ങുക. ഇങ്ങനെ ആദ്യത്തെ 6 വർഷം താഴേക്ക് വളർന്ന് മണ്ണിൻ്റെ അടിയിൽ പോയി ആഴത്തിൽ വേരുറപ്പിച്ചിട്ട് അത് മുകളിലേക്ക് വളർന്നു കഴിയുമ്പോൾ എത്ര കാറ്റ് വന്നാലും ഈ മുള ഒരിക്കലും വീണു പോകത്തില്ല. പ്രിയപ്പെട്ടവരെ, അതുപോലെയാ പ്രശ്നങ്ങൾ വന്ന് നിന്നെ കുഴിയിലേക്ക് താഴ്ത്താൻ തുടങ്ങുമ്പോൾ നീ അത്രയും ഉയരത്തിൽ ഈശോയെ അള്ളിപ്പിടിക്കാൻ തുടങ്ങണം. പ്രശ്നങ്ങൾ എത്ര രൂക്ഷമാകുന്നോ, എത്രമാത്രം ബുദ്ധിമുട്ടുകളാണോ, അവിടെയെല്ലാം യേശുവിലേക്ക് വേരൂന്നി നിൽക്കുമ്പോൾ നിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ ജീവിതത്തിന് നൗകയിലിരിക്കുന്ന, കൂടെയിരിക്കുന്ന ഈശോ ഉറങ്ങാൻ നീ അനുവദിക്കരുത്. അതായത് ഈശോയെ നീ എപ്പോഴും ഉണർത്തിക്കൊണ്ടിരിക്കണം. എൻ്റെ ഈശോയെ, എന്നെ നീ ഓർക്കണമേ എന്ന് പറയണം. നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് അവൻ വഞ്ചിയിൽ നിന്ന് കാറ്റിനെ ശമിപ്പിച്ചുവെങ്കിൽ അവന് തല ചായ്ക്കാൻ പോലും ഇടമില്ലാത്ത ഒരു ഈശോ ആ വഞ്ചിയിൽ കിടന്ന് തല ചായ്ച്ച് ആ കൊടുങ്കാറ്റിനെ ശിഷ്യന്മാർ വിളിച്ചുണർത്തിയപ്പോൾ കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഈശോയെ വിളിച്ചുണർത്താൻ ഞാൻ തയ്യാറാവണം. ലൂക്കായുടെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ നാം ഇത് തന്നെ കാണുന്നുണ്ട്. ശിഷ്യരുടെ വഞ്ചി അപകടത്തിലായെന്നും വെള്ളം കയറിയെന്നും അവിടെ പറയുകയാണ്. ഇവിടെ അതൊന്നും മത്തായിയുടെ സുവിശേഷത്തിൽ അത് പറയുന്നില്ലെങ്കിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നു, വഞ്ചിയിൽ വെള്ളം കയറി അവർ അപകടത്തിലായെന്ന്, അവർ യേശുവിനെ ഉണർത്തിയെന്ന്, യേശുവിനെ വിളിച്ചുവെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് വിളിക്കണം. യേശുവിനെ ഉണർത്തി വിളിക്കുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി ഇടപെടാനായിട്ട് തുടങ്ങും. ഈശോ ഉറങ്ങുന്നതായി ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പാടില്ല. കാരണം ഈശോ എപ്പോഴും ഉണർന്നിരിക്കുന്നവനാ. ഞാൻ എവിടെയൊക്കെ എൻ്റെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ട് അവനെ ഉറങ്ങുന്നതായി കാണുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന കുറയുന്നു, ജപമാല കുറയുന്നു, വിശുദ്ധ കുർബാന മുടങ്ങുന്നു. അങ്ങനെ എൻ്റെ ഈശോയിൽ നിന്ന് ഞാൻ മാറി മാറി സഞ്ചരിച്ച് തുടങ്ങുമ്പോൾ എൻ്റെ ലോകത്തിൻ്റെതായ കാറ്റുകളും കോളുകളും എൻ്റെ ജീവിതത്തിലേക്ക് വരും. കാരണം ഞാൻ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ഓടുകയാണ്. അവിടെ ലോകത്തിൻ്റെ കാറ്റുകൾ എന്നെ മതിക്കും. ഇന്ന് എൻ്റെ ജീവിതത്തിൽ സ്വസ്ഥതയും ശാന്തതയും സമ്പത്തും സൗഭാഗ്യവുമൊക്കെ എനിക്ക് വേണമെങ്കിൽ ഈ ഈശോയെ ഞാൻ വിളിച്ചേൽപ്പിക്കണം. വിശ്വാസം എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമായി പ്രകാശിതമാകണമെന്ന് അപ്പസ്തോലൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശ്വാസം നിർജ്ജീവമായി കിടക്കുമ്പോഴാണ് ഈശോ ഉറങ്ങിയതുപോലെ നമുക്ക് തോന്നുക. വിശ്വാസത്തെ ഉണർത്തണം. യോഹന്നാൻ 11:40 പറയുന്നുണ്ടല്ലോ, വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. അതേ പ്രിയപ്പെട്ടവരെ, കാണണം. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു യേശുവിനെ കണ്ടുമുട്ടണം നമ്മുടെ കണ്ണുകൾ കൊണ്ട്. ഇല്ലെങ്കിൽ അത് ചോദിച്ച് മേടിക്കണം. വലിയ തിരമാലകൾക്കകപ്പെട്ട് വേദനിച്ച് നിൽക്കുമ്പോൾ ഈശോ എഴുന്നേറ്റ് കാറ്റിനെ ശാന്തമാക്കുന്ന ശിശുരുടെ കണ്ണുകൾ കൊണ്ട് ശിശുര് കണ്ടുവെങ്കിൽ അതേ അനുഭവം എൻ്റെ പ്രശ്നങ്ങളിൽ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് കടന്നു വന്ന് ഇതിനെ ശാന്തമാക്കുന്ന ഈശോയെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണണം. അവനെ ഉണർത്തുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാവുക. അതിന് ഞാൻ ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തിയായി മാറണം. വചനം പറയും നിയമാവർത്തനം 13:18 അവിടുന്ന് പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേൾക്കുകയും ജ്ഞാനം നൽകുന്ന അവിടുത്തെ എല്ലാ കൽപ്പനകളും ശ്രദ്ധാപൂർവം പാലിക്കുകയും നിങ്ങളുടെ കർത്താവിൻ്റെ മുമ്പിൽ നന്മ പ്രവർത്തിക്കുകയും ചെയ്യണം. ആ ഒരു അനുസരണം അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണം. ഈ ഒരു അനുസരണത്തിലാണ് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമുണ്ടാവുക. പക്ഷേ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം ഒരുപക്ഷെ കണ്ടെത്താനായിട്ട് പറ്റിയെന്ന് വരില്ല. എന്നാൽ എല്ലാറ്റിനും പരിഹാരമായ യേശുവിനെ ആശ്രയിക്കാൻ നമുക്ക് പറ്റും. നമ്മൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നമെന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റിലും സമാധാനപൂർവമായ ജീവിതം നയിക്കാൻ നമുക്ക് പറ്റാത്തതിന് കാരണം എൻ്റെ കൂടെ ഈശോ ഇല്ലെന്നൊരു തോന്നൽ, ഒരു ഭയം നമുക്ക് വരുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിൽ ഭയം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒരു അരിഷിതാവസ്ഥ, ഒരു സുരക്ഷിതത്വമില്ലാത്ത ഒരവസ്ഥ, ഒരു വേദന, അസ്വസ്ഥത, ഇറിറ്റേഷനോ കടന്നു വരുമ്പോൾ ഈ ഒരു വലിയ വേദന നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ നമ്മൾ ഈശോയെ വിളിച്ചെഴുന്നേൽപ്പിക്കണം. വിശ്വാസത്തോടെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എൻ്റെ തമ്പുരാനെ ഞാൻ കാണണം. ദുഃഖത്തിൻ്റെ കൊടുങ്കാറ്റിൽ
സമാധാനമാണ് ഈശോ. എൻ്റെ സങ്കടത്തിൻ്റെ കൊടുങ്കാറ്റിൽ സമാധാനമായി ഈശോ കടന്നു വരും. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 7-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. അത് ലോകം നൽകുന്നത് പോലുള്ള സമാധാനമല്ല. ഒരുപക്ഷെ നമുക്ക് ഒത്തിരി സങ്കടങ്ങളും വേദനകളൊക്കെ വരുമ്പോൾ നമ്മൾ ആരുടെങ്കിലുമൊക്കെ ഷെയർ ചെയ്യും. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലൊരു ശകലം ആശ്വാസം കിട്ടും. വീണ്ടും ആ പ്രശ്നങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സ് അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ ഈശോ തരുന്നൊരു സമാധാനമുണ്ടല്ലോ, നിൻ്റെ ജീവിതത്തിൻ്റെ സങ്കടത്തിൻ്റെ കൊടുങ്കാറ്റിൽ ഈശോ തരുന്ന സമാധാനം, ആ സമാധാനത്തെ ആർക്കും കെടുത്താനായിട്ട് പറ്റത്തില്ല. നിൻ്റെ ജീവിതത്തിൽ ഈ സമാധാനം വരുമ്പോൾ ജീവിതം ഇങ്ങനെ ആടി ഉലയാൻ തുടങ്ങിയാലും ഉത്കണ്ഠകളും ടെൻഷൻസും ഉണ്ടാവാറില്ല. അവിടെയാണ് ഈശോയുടെ പറയേണ്ടത്. ചില കുട്ടികൾ എന്ത് ചെയ്യും, പരീക്ഷ ടെൻഷൻ ആകുമ്പോഴേക്കും കൂടുതൽ ഡ്രഗ്സ് അടിക്കാൻ തുടങ്ങും, കഞ്ചാവ് അടിക്കാൻ തുടങ്ങും, എന്തൊക്കെയോ ഒരു പാപത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു പോകുമ്പോൾ അവരുടെ ജീവിതം ആകെ മൊത്തം താറുമാറായി പോവുകയാണ്, ജീവിതം മൊത്തം തകർന്നു പോവുകയാണ്. ലോകത്തിന് ശാശ്വതമായ സമാധാനമോ പരിഹാരമോ തരാൻ പറ്റില്ല. ഇവിടെ ഈശോയുടെ ഒറ്റ വാക്കിൽ അവരുടെ കോളിളക്കം അവിടുന്ന് ശാന്തമാക്കിയെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഒറ്റ വാക്കിൽ ശാന്തനാക്കാൻ പറ്റുന്ന ഒരു ഈശോയുണ്ട്. ആ ഈശോയെ ഒന്ന് ഭക്ഷിക്കാൻ തയ്യാറാവുക. മറിച്ച് ലോകത്തിൻ്റെ മയക്കുമരുന്നിലേക്കും കഞ്ചാവിലേക്കും നീ കടന്നു പോയാൽ നിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൂടുതലാവുകയുള്ളൂ. വഞ്ചിയിൽ വെള്ളം കയറി അപകടത്തിലാവും. തിരമാലകൾ ആഞ്ഞടിക്കുക മാത്രമല്ല, അതിൽ വെള്ളം കയറിയിട്ട് മുങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ടാകും. എത്രയോ വ്യക്തികളുടെ ജീവിതങ്ങളിലാണ് ജീവിതം മുങ്ങിപ്പോയ അവസ്ഥ, ഈ വെള്ളം കയറിയ ഒരവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ഈശോയെ ഞാൻ അറിയാൻ തുടങ്ങണം. എൻ്റെ കൂടെ നിൽക്കുന്ന ഈശോയുടെ അനുഭവം ഞാൻ തിരിച്ചറിയണം. എൻ്റെ ജീവിതത്തെ ശാന്തമാക്കാൻ പറ്റുന്ന തമ്പുരാനോട് പറയണം, കർത്താവേ എന്നെ രക്ഷിക്കണം, ഇതാ ഞാൻ നശിക്കാൻ പോകുന്നുവെന്ന് ഈശോയോട് പറയണം. ഒരിക്കൽ ഒരു ചേച്ചി വന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ചേച്ചിയുടെ ജീവിതത്തിൽ ഭർത്താവ് ഭയങ്കര മദ്യപാനിയായി കുടുംബമെല്ലാം നശിച്ച വേദനയിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ചേച്ചിയുടെ വീട് ചേട്ടൻ തന്നെ കൊണ്ടുപോയി പണയം വെച്ച ആ സ്ഥലങ്ങളെല്ലാം പണയം വെച്ചു. അങ്ങനെ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. ചേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, എവിടെയാണെന്നറിയില്ല. 3 പെൺമക്കളുമായി ജീവിക്കുമ്പോൾ ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വരികയാണ്. വീട് ഒരാഴ്ചക്കുള്ളിൽ ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ ഇവരോടൊരു ഉത്തരം പറയാനൊന്നുമില്ല. എങ്കിലും ശാന്തമാക്കുന്ന ഈശോയുടെ വചനങ്ങളൊക്കെ പറഞ്ഞു വിട്ടു, ഈശോ നിങ്ങൾക്ക് വേണ്ടി ഇടപെടും. 31-ാം തീയതി എന്ന് പറഞ്ഞു. 29-ാം തീയതി രാത്രി വിളിച്ചു, ഒരു വഴിയും തുറന്നിട്ടില്ല എന്ന്. 30-ാം തീയതി രാത്രിയും വിളിച്ചു, ഒരു വഴിയും തുറന്നിട്ടില്ല എന്ന് പറഞ്ഞ് വിശ്വാസമുണ്ടെങ്കിൽ ഈശോയോട് പ്രാർത്ഥിക്കുക, ഇതിനെ ശാന്തമാക്കണമേ, ഇടപെടണേ എന്ന്. പ്രിയപ്പെട്ടവരെ, 31-ാം തീയതി രാവിലെ ബാങ്കുകാരെ പ്രതീക്ഷിച്ച വീട്ടുകാരിയ്ക്കുമ്പോൾ പകരം വന്നതൊരു ലെറ്ററാണ്. അതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ബാങ്കിൽ അടയ്ക്കാനുള്ള തുകയ്ക്ക് 1 വർഷത്തെ കാലാവധി നീട്ടിത്തരികയാണെന്ന്. തമ്പുരാൻ നമുക്ക് വേണ്ടി അവസാന സമയം വരെ പ്രവർത്തിക്കും. അത് കാണുവാൻ പറ്റണം. ഈ കാറ്റിലും കോളിലുമൊക്കെ കയറി നിൽക്കാൻ നീ ഈശോയെ കൂട്ടുപിടിക്കുക, ഈശോയെ വിളിച്ചേൽപ്പിക്കുക. ഞങ്ങൾ നശിക്കാൻ പോവുക, രക്ഷിക്കണം, പറയണം ഈശോയോട്. ഈ വചനം തന്നെ ഏറ്റു പറയാം, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളിതാ നശിക്കുന്നു. നിൻ്റെ നാശം അവിടുന്ന് ആഗ്രഹിക്കുകയില്ല, നിൻ്റെ സങ്കടം അവിടത്തേക്ക് ഇഷ്ടമല്ല. നിൻ്റെ അല്പവിശ്വാസത്തെ നീ കുറച്ചുകൂടി മുന്നോട്ട് കയറ്റിയിട്ട് അല്പം കൂടി ഉയർച്ചയുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ട് ഈശോയോടൊന്ന് പറ, ഈശോ നിനക്ക് വേണ്ടി വലിയ വഴികൾ ഒരുക്കും. കടലിൻ്റെ മധ്യത്തിൽ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി ചെങ്കടലിൻ്റെ മധ്യത്തിൽ വഴിയൊരുക്കിയൊരു തമ്പുരാനുണ്ട്. മരുഭൂമിയിലെ പാറ തുറന്ന് ജലം കൊടുത്തൊരു തമ്പുരാനുണ്ട്. ആ തമ്പുരാൻ ഇന്നും ജീവിക്കുന്നവനാ, ഇന്നും കൂടെ നിൽക്കുന്നവനാ. അവൻ്റെ അപരിമേയമായ ശക്തി നീ അനുഭവിക്കണം. പ്രിയപ്പെട്ടവർ, വളരെ ചുരുങ്ങിയ കാലഘട്ടം മാത്രമേ നമുക്കുള്ളൂ. ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ തമ്പുരാൻ്റെ അപരിമേയമായ ശക്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാതെ കടന്നു പോകരുതേ, അത് വലിയ നഷ്ടമായി തീരും. ഒരു ദിവസമുള്ളൂ, ഇനി വളരെ ചുരുങ്ങിയ കാലഘട്ടങ്ങളേ ഉള്ളൂ എങ്കിൽ ആ ചുരുങ്ങിയ കാലഘട്ടത്തിൽ ഒരു ദിവസമെങ്കിലും തമ്പുരാൻ്റെ അപരിമേയമായ ശക്തി, ശിഷ്യരുടെ കണ്ണുകൾ കൊണ്ട് അവർ കണ്ട അവനെ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന ഒരു വലിയ ശക്തി അവർ ദർശിച്ചതുപോലെ ദൈവകരത്തിൻ്റെ വലിയ ഒരു ശക്തി എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ എൻ്റെ കണ്ണുകൊണ്ട് കാണണം. വാശി പിടിക്കണം, ഈശോയോട് പറയണം, ഇത് കാണാതെ എനിക്ക് പറ്റില്ല. എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ മേൽ നിൻ്റെ അപരിമേയമായ ശക്തി എനിക്ക് വെളിപ്പെടുത്തി തരണം, ഇല്ലെങ്കിൽ ഞാൻ നശിച്ചു പോകുമെന്ന് പറയുമ്പോൾ അത് കേട്ടിരിക്കും ഈശോ. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം 57-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് എൻ്റെ അടുത്ത് വന്നു, ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് എന്നോട് പറഞ്ഞു.
ജെറമ്യാ പ്രവാചകൻ്റെ വിലാപങ്ങളാണ് പുസ്തകത്തിൽ മുഴുവൻ നമുക്കറിയാം. വേദനകളും നൊമ്പരങ്ങളും സങ്കടങ്ങളും ഒക്കെ എഴുതി ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണിത്. അവിടെ വചനം പറയുകയാണ്, ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്ത് വന്നു, ഭയപ്പെടേണ്ടെന്ന് അവിടുന്ന് എന്നോട് പറഞ്ഞുവെന്ന്. അതുപോലെ ദൈവം നമ്മളോട് പറയും, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഇത് നമുക്ക് കേൾക്കാനായിട്ട് പറ്റണം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇത് കാണാനായിട്ട് പറ്റണം. ഭയപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു കരമെന്ന് നമ്മളെ താങ്ങണം. നമ്മുടെ വ്യക്തിപരമായ അനുഭവമായിരിക്കണം ഈ ശക്തി എന്ന് പറയുന്നത്. ഈ ദൈവശക്തി വെളിപ്പെടണം. അപരിമേയമായ ശക്തി, ഇന്ന് വരെ കിട്ടാത്ത ശക്തി. അതിന് ഈ അല്പവിശ്വാസത്തെ കുറച്ചുകൂടി ഉയർത്തി വയ്ക്കണം. നിൻ്റെ ജീവിതത്തിൽ പാട്ടുപാടാൻ കഴിവില്ലാത്ത വ്യക്തിയാണോ നീ? ചോദിക്കീശോ നിനക്ക് തരും. കണ്ടിട്ടുണ്ട് ഒരുപാട് വ്യക്തികളെ തമ്പുരാൻ. ജീവിതത്തിൽ ഒരു കുഞ്ഞ് അനുഭവമായിരിക്കും നമുക്ക് വേണ്ടത്. നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ശക്തി നമുക്ക് കാണാനായിട്ട് പറ്റണം. അത് കണ്ട് സ്വന്തമാക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാവുക. നിൻ്റെ ജീവിതത്തെ തമ്പുരാൻ അലങ്കരിക്കുകയുള്ളൂ, അനുഗ്രഹിക്കുകയുള്ളൂ. ആരൊക്കെ എവിടെയൊക്കെ കരയുന്നോ അവരുടെ അടുക്കലേക്കൊക്കെ ഈശോ കടന്നു വരും. ഒരു വ്യക്തിയുടെയും അടിമത്തത്തെ ഈശോ കാണാതെ പോവില്ല. ഒരു വ്യക്തിയുടെയും അടിമത്തത്തെ, ആരൊക്കെ വേദനിക്കുമ്പോഴും അവൻ്റെ അടിമത്തത്തെ മാറ്റിക്കളയുന്ന ഒരു തമ്പുരാനുണ്ട്. കേൾക്കണം നമുക്ക് ജീവിതത്തിൽ. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് പറയുന്ന ഒരു സ്വരം, അത് വലിയ ആശ്വാസമാണ്. എത്ര വേദനകളിലും ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് പറയുമ്പോൾ ആ തമ്പുരാൻ്റെ സ്വരം കേട്ടാൽ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ചില വ്യക്തികൾ പറയാറുണ്ട്, ഒരു ചേച്ചി പങ്കുവെച്ചത് ഞാൻ ഓർക്കുന്നു. ഒത്തിരി തയ്ക്കാനായിട്ടുണ്ട്, ഒത്തിരി ഓർഡറുകൾ കിട്ടുകയാണ്, പക്ഷെ അത് ചെയ്തു തീർക്കാനായിട്ട് പറ്റുന്നില്ല. ഭർത്താവ് ഭയങ്കരമായി കുറ്റപ്പെടുത്തുന്നു. രാത്രി പകലാക്കി ഇങ്ങനെ തയ്ച്ചു കൊണ്ടിരിക്കുമ്പോൾ ചേച്ചി പറഞ്ഞതാ, ഇനി ജീവിക്കേണ്ട എന്നോർത്തു. എല്ലാ വശത്തും കുറ്റപ്പെടുത്തലും, ചെയ്തു തീർക്കാൻ പറ്റുന്നില്ലാത്ത ജോലി, സാമ്പത്തിക ബുദ്ധിമുട്ട്, ആരും ഹെൽപ്പ് ചെയ്യാനില്ലല്ലോ, തീർത്തേക്കാം എന്നോർത്ത് ബൈബിള് തുറന്നപ്പോൾ ചേച്ചി കണ്ട വചനമാ, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ഈശോ പറയുന്ന ഭയപ്പെടേണ്ട എന്നുള്ളൊരു വാക്കുണ്ടല്ലോ, അതൊരു വലിയ ശക്തിയാണ്. അത് നമ്മുടെ ചെവികൾ കൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റണം. അവിടെയാണ് ധൈര്യം കിട്ടുക, അവിടെയാണ് ബലം കിട്ടുക. ഈ ഒരു വലിയ അനുഗ്രഹത്തിന് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തെ മുഴുവൻ നീ ഏറ്റെടുക്കണം. പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, അതെല്ലാം വെച്ച് കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ പോയി കൊണ്ട് എഴുതി വെച്ചാൽ മതി. ഒരു സിസ്റ്റർ ഒരിക്കലും ഭയങ്കര ചുമയാണ് സിസ്റ്ററിന്, വിട്ടുമാറാത്ത ചുമ. സിസ്റ്റർ എന്ത് ചെയ്തു, ഒരു പേപ്പറിലേക്ക് എഴുതിയിട്ട് ദിവ്യകാരുണ്യത്തിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് പറഞ്ഞു, ഇന്ന് ആരാധന ഇത് നീ മാറ്റിയില്ലെങ്കിൽ ഞാൻ നിന്നോട് പിണങ്ങുമെന്ന്. ഒരു സ്വാതന്ത്ര്യത്തോടെ ഈശോയോട് പറഞ്ഞതാ. ആരാധന കഴിഞ്ഞപ്പോൾ സിസ്റ്ററിന് ചുമ കാണാൻ പോലും ഇല്ലെന്ന് സിസ്റ്റർ പറഞ്ഞു. ഇപ്പം നല്ല ആരോഗ്യമായിട്ട് പോകുന്നു. പ്രിയപ്പെട്ടവർ, അതുപോലെ സ്വാതന്ത്ര്യത്തോടെ ഈശോയോട് പറയണം. എല്ലാ മേഖലകളിലും കടന്നു വരുന്ന ഈശോയുടെ ഒരു സ്വരം കേൾക്കാൻ, കൈ കാണാൻ നമുക്ക് പറ്റണം. ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും, എന്ത് പ്രശ്നമാണെങ്കിലും, രോഗങ്ങളും ബുദ്ധിമുട്ടുകളും തളർച്ചകളും സങ്കടങ്ങളും പരാതികളും പരിദേവനങ്ങളും എല്ലാം ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തിൻ്റെ ഈ പ്രശ്നങ്ങളിൽ നീ എൻ്റെ കൂടെ വരണം. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് പറയുന്ന ആ സ്വരം എൻ്റെ കാതുകളിൽ മന്ത്രിക്ക് ഈശോയെ. എൻ്റെ കൈ പിടിച്ചെന്നെ ധൈര്യപ്പെടുത്തി ഈശോയെ. എനിക്ക് വേണ്ടി അവിടുന്ന് വഴി തുറക്കണേ ഈശോയെ. അങ്ങയുടെ വലിയ ആനന്ദം എനിക്ക് തരണമേ, എന്നെ ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ കരുണയിലേക്ക് എന്നെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ, പ്രിയപ്പെട്ടവരെ എല്ലാം സമർപ്പിക്കുന്നു. ധൈര്യപ്പെടുത്തി അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.